സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ SJ. സ്വർഗം സാധ്യമാക്കുന്നവൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോക സംസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. മത്തായി 25:34. പുരോഹിതൻ സ്വർഗം സാധ്യമാക്കുന്നവനാണ്. ഈ ജീവിതം ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചതാണെന്നും ദൈവത്തിൻ്റെ വഴിയിലൂടെ തുടരുന്നതാണെന്നും അവസാനം അത് ദൈവത്തിൽ തിരിച്ചെത്തുന്നതാണെന്നും അവൻ വിശ്വസിക്കുന്നു. അപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവനാണ് പുരോഹിതൻ. ഈ വിശ്വാസബോധ്യം അവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അവരെയും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്തയും ലക്ഷ്യവും മനസ്സിലാക്കി ജീവിക്കാനും അത് പ്രാപ്തമാക്കാനും അവൻ സഹയാത്രികരെ സഹായിക്കുന്നു. കുറേ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവനാണ് താൻ എന്ന സത്യം അവൻ കൂടെ കൂടെ ഓർക്കുന്നു. അതുപോലെ ഈ ഭൂമിയും അതിലെ യാഥാർത്ഥ്യങ്ങളും വിട്ടുപേക്ഷിച്ചു പോകുമ്പോൾ തങ്ങളെ സ്വീകരിക്കാൻ ഒരു പിതൃഭവനമുണ്ടെന്നും അതിലേക്ക് കടന്നു ചെല്ലാൻ ഒരുക്കം നടത്തേണ്ട സമയമാണ് ഈ ജീവിതമെന്നും അവൻ വിശ്വസിക്കുകയും തൻ്റെ സഹയാത്രികരെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി തങ്ങൾ പിതാവിൻ്റെ മക്കളാണ് എന്ന സത്യം അറിയുക, ആ മഹനീയ പദവിക്കനുസരിച്ച് ജീവിക്കുക. പിതാവിലായിരിക്കണം അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടിയായിരിക്കണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. പിതാവിൻ്റെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിച്ച്, അവിടുത്തെ അനുകരിച്ച്, അവിടുത്തെ പരിപാലനത്തിൽ ആശ്രയിച്ച്, അവിടുത്തെ ഹിതം വിവേചിച്ചറിഞ്ഞ് അത് നിറവേറ്റിയാണ് അവർ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകേണ്ടത്. അപ്രകാരം അവർ പിതാവിൻ്റെ യഥാർത്ഥ മക്കളായി പിതൃഗേഹമായ സ്വർഗരാജ്യത്തിൽ അവിടത്തോടൊത്ത് നിത്യം വസിക്കാൻ യോഗ്യരും അർഹരുമായിത്തീരും. അതേസമയം സ്വർഗമെന്നത് ഭാവിയിൽ മാത്രം വരാനിരിക്കുന്ന ഒരു അവസ്ഥ ആയല്ല അവൻ കാണുന്നത്. ഇപ്പോൾ അനുഭവിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട യാഥാർത്ഥ്യമായി അവനതിനെ തിരിച്ചറിയുന്നു. ദൈവിക പുണ്യങ്ങളിൽ ജീവിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ സ്വർഗാനുഭൂതി അവന് ഭൂമിയിൽ തന്നെ ലഭിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള നിത്യമായ പ്രവേശം അവൻ മനസ്സിലാക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനായില്ലെങ്കിൽ തുടർന്നും അത് സാധ്യമാകില്ല എന്നവനറിയാം. ഈ ഭൗമിക യാത്രയിൽ തങ്ങളുടെ സഹോദരരോടുള്ള ബന്ധം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പുരോഹിതൻ തൻ്റെ ജീവിതത്തിലൂടെ സഹയാത്രികർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. നിന്റെ സഹോദരരും പിതാവിൻ്റെ മക്കളാണ്. നിന്നോടൊപ്പം പിതൃഗേഹം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർ.
ഏറെ ആദരത്തോടും സ്നേഹത്തോടും കൂടെ വേണം അവരെ കാണാനും അവരോട് ഇടപെടാനും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ മുറിപ്പെടുത്തരുത്. അവരെ നീ ബലിപീഠത്തിൽ അർപ്പിക്കാൻ കൊണ്ടുവരുന്ന കാഴ്ചവസ്തുക്കൾ പോലെ ശ്രേഷ്ഠമായി കാണണം. നിന്റെ സഹോദരങ്ങളുടെ ദാരിദ്ര്യവും വിലാപവും അവരനുഭവിക്കുന്ന അന്യായങ്ങളും കണ്ടറിഞ്ഞ് അവരെ സഹായിച്ച് എല്ലാവരോടും ഒന്നു ചേർന്നാണ് ആ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ ജീവിതം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലോർത്ത് ആ യാത്ര ഭാവനയിൽ കാണുക. എൻ്റെ കൂടെയുള്ള യാത്രികരെയും കാണുക. ഈ യാത്രയ്ക്ക് ദൈവത്തിന് നന്ദി പറയുക. മറ്റുള്ളവരെ ഈ യാത്രയിൽ ശരിയായ രീതിയിൽ നയിക്കുക എന്നതാണ് എൻ്റെ പൗരോഹിത്യ ദൗത്യം എന്ന തിരിച്ചറിവോടെ അതിനായി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള കൃപ യാചിക്കുക.